ഹായ് വെൽക്കം ടു സാറാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പൊരിയാണ്. ഇതൊരു നല്ല ഈവനിങ് സ്നാക്കാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പഴുത്ത ചക്ക, അതുപോലെ കുറച്ച് മൈദ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ചക്കയാണ്. ചക്ക ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ചെറുതാക്കണം. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാവുന്ന പോലെ ആക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നമ്മളൊന്ന് കടിക്കുമ്പോഴത്തേക്കും ചക്ക ഫുള്ളായിട്ട് നമ്മുടെ വായിലേക്ക് വരും. അപ്പോൾ പിന്നെ ആ മൈദയുടെ കവറ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ചെറുതാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ പീസായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ ചക്ക ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയിലാണ് നമ്മളിത് പൊരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദ ഇടുക. അതിനുശേഷം നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് അതുകൂടെ ഈ മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. വെള്ളം കൂടി പോകരുത്. കുറച്ച് കട്ടിയായിട്ടുള്ളൊരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴുകി പോവാത്ത രീതിയിൽ വേണം നമ്മളിതിനെ എടുക്കാൻ. അതാണ് ഇതിൻ്റെ പാകം. അടുത്തതായി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക പൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ ചെയ്യുന്ന പോലെ. ഇത് പഴംപൊരിയുടെ പോലെ തന്നെയാണ്. പഴംപൊരിയുടെ പോലെ തന്നെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ചക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടും. നമുക്കിത് പെട്ടെന്ന് കഴിക്കുമ്പോൾ ചക്കയാണെന്നൊന്നും തോന്നില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും. കാരണം ശരിക്കും ഇത് അത്രയും ടേസ്റ്റിയാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഈവനിങ് സ്നാക്ക്. കണ്ടത് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചക്ക ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.